എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് നല്ലൊരു റെസിപ്പി ആയിട്ടാ വന്നിരിക്കുന്നത്. എന്താ നമ്മൾ ഇന്നൊരു ഹോർലിക്സിന്റെ റെസിപ്പി ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ആണേലും ഇത് കടയിൽ പോയാലേ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം അല്ലേ? അതെ. അപ്പൊ കുറച്ച് റെസിപ്പികൾ മതിയോ? കുറച്ച് മതി. ഒത്തിരി ചേരുവകളൊന്നും വേണ്ട. നമുക്ക് പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല ഇതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹോർലിക്സിന്റെ ഇതാ. അപ്പൊ പൊടി കടയിൽ പോയേക്കുവാ. എല്ലാരും കമന്റ്സിൽ ചോദിക്കും പൊടി എന്ത് ചെയ്യുന്നല്ലേ? ഞാനും ഉമ്മച്ചിയും കൂടെ അപ്പൊ ഓർത്താണ് പൊടി വരുമ്പോഴത്തേനും പൊടിക്ക് പാലിനകത്തിട്ട് നമുക്ക് കലക്കി കുടിക്കാം. പൊടിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കുടിക്കാം അല്ലേ? അപ്പൊ നമുക്ക് അധികം വൈകാതെ ഹോർലിക്സ് ഉമ്മച്ചിയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അത് മാത്രമല്ല നമുക്ക് കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ അഭിപ്രായം പറയാം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹോർലിക്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഇതേണ്ട ഗോതമ്പ് പൊടിയുണ്ട്, കൊക്കോ പൗഡറ്, പഞ്ചസാര പൊടിച്ചത്, പാൽപ്പൊടി, കപ്പലണ്ടി, ബദാങ്ക. ഇത്രയും സാധനം ഇട്ടാൽ നമ്മൾ ഹോർലിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോർലിക്സ് ഉണ്ടാക്കാൻ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിത് ഈ പാത്രത്തിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഈ പാത്രമില്ലേ, നമ്മൾ ഗ്ലാസ് ആണെങ്കിൽ അതിന് മതി. ഞാനിപ്പോൾ ഇത് വിലയ്ക്ക് മേടിച്ച ഗോതമ്പ് പൊടിയാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ചതോ കടയിൽ നിന്ന് മേടിച്ച ഏത് പൊടി കൊണ്ടാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇത് ഈ കപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. കറക്റ്റ് 1 കപ്പ് പൊടിയാണോ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇത് നമ്മൾ തുളുമ്പിച്ചല്ല എടുക്കുന്നത്, നമ്മളിങ്ങനെ വെച്ച്. നമ്മൾ ഗ്ലാസ്സിലാണെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ എടുക്കണം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ ഗോതമ്പ് പൊടി ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. തീ നമ്മൾ തീരെ കുറച്ചേ നമ്മൾ വെക്കാവുള്ളൂ. അതായത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ വേണം നമ്മൾ ഈ ഗോതമ്പ് പൊടി വറുത്തെടുക്കാനായിട്ട്. കാരണം കളറൊന്നും മാറി വരരുത്. അങ്ങനത്തെ ഇത് വേണം നമുക്കിത് വറുത്തെടുക്കാം. ഈ അരിപ്പൊടിയൊക്കെ വറുത്തെടുക്കുന്ന അത് തന്നെ. അരിപ്പൊടി വറക്കുമ്പോൾ ഇങ്ങനെ തെറിക്കത്തില്ല, ആ രീതി വേണം ഇത് നമ്മൾ കട്ട പോലെ എടുക്കണ്ടല്ലോ അല്ലേ? കാരണം നമ്മള് ഹോർലിക്സ് ഇങ്ങനെ നല്ല പൊടി പോലല്ലേ ഇരിക്കുന്നത്. അതേപോലെ നമ്മളിതും ചെയ്യുന്നത്. നമ്മളിത് ചെറു തീ വെച്ച് വേണം നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കൈ മാറ്റരുത്. മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 കളർ വരും. അതായത് ചെവിട്ടിലുള്ളതിന് കറുപ്പും മേളി വെളുപ്പും വരും. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിരിക്കാം. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നല്ല ഇതായി വന്നൊരു മണവും ഒക്കെ വന്ന് നല്ലതിൻ്റെ ഇങ്ങനെ തെറിക്കുന്ന ഇതായി. ഇനി കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇല്ല, നല്ല വെള്ള പോലെ തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് പൊടി പൊടാന്നിരിപ്പുണ്ട്. അതെ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചാൽ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടി പാത്രത്തിന്റെ ചൂട് കൊണ്ടല്ലേ അടി കരിഞ്ഞിരിക്കും അല്ലേ? അല്ലെ നമ്മൾ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചാലും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മളിപ്പോ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതിനകത്ത് തന്നെ അങ്ങ് വെക്കുക അല്ലേ? മാറ്റി അങ്ങ് വെക്കാൻ പോവാം. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് പൊടിക്ക് 1/2 കപ്പ് ബദാങ്ക വെക്കണ്ടേ. അപ്പം ഞാൻ ഈ ബദാങ്ക ഇട്ട് കൊടുക്കുക. നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇത് ഞാൻ തീ ഒത്തിരി ഇത് കൊടുത്തിട്ടില്ല, കുറവിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഇതിന്റെ തൊലിയും നമ്മൾ കളയത്തില്ല. ചുമ്മാ അങ്ങ് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അല്ലേ? ബദാങ്ക വറക്കുമ്പോ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. നല്ല സൗണ്ട് അല്ലേ? അതിങ്ങനെ കുരു പോലെ എടുക്കില്ലേ, സൗണ്ട് കേൾക്കുന്നത്. മൊത്തം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഉമ്മച്ചി. അതല്ലേ ഹോർലിക്സിന്റെ രഹസ്യം. പക്ഷെ നമ്മൾ ഈ ഹോർലിക്സ് ഈ പാലിനകത്തിട്ട് കുടിക്കുമ്പോ അറിയുന്നില്ല ഇതിനകത്ത് ഈ സംഭവങ്ങളൊക്കെയാണല്ലേ? അതാ ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ഹോർലിക്സിന്റെ. നമ്മൾ പാലിലിട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക രുചിയല്ലേ ഹോർലിക്സിന്. അപ്പൊ നമുക്ക് ഇത് ഇത്രയും മൂത്താൽ മതി. നമുക്ക് ഇതും അങ്ങ് ഇറക്കാം. അതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി പൊട്ടിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കപ്പലണ്ടി 1/4 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങളില്ല, നമ്മൾ ഗ്ലാസ് ആണ് അതേപോലെ എടുത്താൽ മതി. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് ബദാങ്കായും 1/4 കപ്പ് കപ്പലണ്ടിയുമാണ് നമ്മളിടുന്നത്. ഇതിന് നിലക്കടലയെന്നും പറയും. നമുക്കിതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കപ്പലണ്ടി ഇതേ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണം അല്ലേ? അതെ, ഇതിന്റെ തൊലി എല്ലാം കളയണം നമുക്ക്. ഇതിപ്പം പച്ചക്കപ്പലണ്ടിയാ ഉമ്മച്ചി എടുത്തേക്കുന്നേ. അപ്പൊ ഇത് വറുത്ത് കഴിയുമ്പോ അതിന്റെ തൊലി പെട്ടെന്ന് നമുക്ക് കളയാമല്ലോ. അതെ. അപ്പം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബദാങ്ക എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം അല്ലേ? അതെ, ഇത് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമ്മുടെ ബദാം തേണ്ട നല്ലപോലെ ബദാങ്ക ഒക്കെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്.
ഇത് നമ്മൾ ഒന്നും കൂടെ പൊടിക്കും അല്ലേ മാ? അതെ, ഒന്നും കൂടെ പൊടിക്കും. അത് സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ അത് മനസ്സിലാകത്തേ ഉള്ളൂ. ഇതപ്പോ അതേണ്ട നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കപ്പലണ്ടിയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ കപ്പലണ്ടിയും കൂടി ഒന്ന് പൊടിക്കണം. ഇത് കണ്ടോ, കപ്പലണ്ടിയുടെ തൊലി എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. എൻ്റെ കപ്പലണ്ടിയും പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ബദാംകാഴ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കപ്പലണ്ടി ഒത്തിരി ഇട്ട് പൊടിക്കല്, കപ്പലണ്ടി ഒരുമാതിരി പേസ്റ്റ് പോലെ ആവും അല്ലേ? അതെ, കപ്പലണ്ടിക്ക് കാരണം ഒരു എണ്ണമയം ഉള്ളതാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതെ. അപ്പം നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കും. അന്നേരം എല്ലാം കൂടെ നല്ല പൊടിയായിട്ട് കിട്ടും അല്ലേ? അത് തന്നെ. അപ്പം നമുക്ക് ഈ ഗോതമ്പ് പൊടിയും ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് പൊടിക്കണം. അപ്പോൾ അതേട്ട് ഉമ്മച്ചി മിക്സിയുടെ ജാറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാർ ഉണങ്ങിയത് എടുക്കണം അല്ലേ മാ? നനവുള്ള എടുത്തു കഴിഞ്ഞാൽ ഈ പൊടിയെല്ലാം കൂടെ നനഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ ഉണങ്ങിയതൊക്കെയാണ് എടുത്തേക്കുന്നത് മിക്സിയുടെ ജാറ്. ഇനി എന്നാ അമ്മ? ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗോതമ്പ് പൊടിയാണ്ടോ? നമ്മൾ ആ പാനിൽ തന്നെ വെച്ചിരുന്നത്. അവിടെ ഇരുന്ന് തന്നെ അത് ആറി, കളറൊന്നും മാറിയിട്ടില്ല. എന്നാൽ നല്ല ഇതുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിലേക്കിടാം. അതിനകത്തേക്ക് തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ബദാംകായും കപ്പലണ്ടിയും കൂടി പൊടിച്ചതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് നല്ലതായിട്ടൊന്ന് പൊടിയണം. നമ്മളിത് നല്ല ഒത്തിരിയായിട്ട് പൊടിച്ചിട്ടില്ലായിരുന്നു. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കാരണം ആ ഗോതമ്പും ആ കപ്പലണ്ടിയും ബദാമും എല്ലാം കൂടി ഇതിനകത്ത് പിടിച്ച് കിട്ടും നമ്മൾ മിക്സിക്കകത്തിട്ട് ഒരുമിച്ച് അടിക്കുമ്പോൾ അല്ലേ? അതെ. ഇനി നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉമ്മച്ചി പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തേ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിരിക്കുന്നത് നമുക്കതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മധുരം നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതിന് 1 കപ്പ് നിറച്ചുമില്ല, അങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്ന പഞ്ചസാര. മധുരം വേണ്ടെന്നുള്ളവർ വേണേൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, മധുരം ഇടാതിരിക്കാം അല്ലേ? നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് മധുരം ഒന്നും വേണ്ടെങ്കിൽ അത് ചേർക്കാതിരിക്കാം അല്ലേ? കടയിൽ നിന്ന് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ സാധനങ്ങളും കാണും. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ മധുരം വേണ്ടെങ്കിൽ മധുരം ചേർത്തില്ലേലും പ്രശ്നമൊന്നുമില്ല അല്ലേ? അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് പൊടിച്ചോണ്ട് വരാം. ഇതിന്റെ ഇടയ്ക്ക് ഇളക്കുന്നുണ്ട്. ഇതെന്നാ ഇളക്കിയിട്ട് വേണം പൊടിക്കാൻ? അല്ല, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതേണ്ട ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. നല്ല ഇതായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലേ? 1 കപ്പ്. 1 കപ്പ് പാൽപ്പൊടി നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ അരിപ്പ വലുതായിരുന്നെങ്കിൽ നമുക്ക് അതിനകത്തോട്ടിട്ട് അരിച്ചെടുക്കാമായിരുന്നു. ഇതിപ്പോൾ ചെറിയ അരിപ്പ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടല്ലേ? അതെ. ഇതിപ്പോൾ മിക്സിയിലിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഉമ്മച്ചി കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ടല്ലേ? ഇതിന് നമ്മൾ 2 സ്പൂൺ പൗഡറാണ് ഇടുന്നത്. ഇപ്പോൾ 1 സ്പൂൺ ഇട്ട്, കൂടുതൽ വേണ്ടല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു അളവ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടുന്നത്. ഇപ്പം വേണ്ട രണ്ടാമത്തെ ഇട്ട് ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? അതെ, എല്ലാം കൂടി നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഉമ്മച്ചിക്ക് ഇടയ്ക്ക് ഒരു ഒച്ചയടപ്പുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് ഞാനും കൂടെ പറയുന്നേ അല്ലേ മാ? ഒരു ജലദോഷം പോലെതാ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിച്ചത് നികത്തുന്നുണ്ടല്ലേ? അപ്പോൾ അതേണ്ട ഉമ്മച്ചി എല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മിക്കയിടത്തും പനിയൊക്കെയാന്ന് കേൾക്കുന്നുണ്ട്. എല്ലായിടത്തും പനിയാ ഇപ്പം, കാലാവസ്ഥ മാറിയോണ്ടേ. അതെ. അപ്പം അതേണ്ട ഇത് ഇളക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലേ? അതെ. താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലത്തെ ഇത് കുറേശ്ശെ ഇട്ടൊന്ന് അരിച്ചെടുക്കാം അല്ലേ? അതെ, തരി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കി എടുക്കാം. കാരണം ഇതേപോലല്ല, ഇപ്പം നമ്മൾ ഈ അടിച്ചെടുത്ത പോലെ അല്ലല്ലോ ഹോർലിക്സിന്റെ ആ ഒരു സ്ട്രക്ചർ അല്ലേ? അതെ. ആ ഒരു ഇത് വരുന്നത് ഇപ്പം നമ്മൾ അരിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ലെവലിന് കിട്ടുന്നത്. അപ്പം നമ്മൾ കുറേശ്ശെ വീതം 2-3 പ്രാവശ്യം ഇട്ട് അരിക്കണമെന്നാണ് ഉമ്മച്ചി പറയുന്നത്. തരി ഉണ്ടെങ്കിൽ നമ്മൾ ആ തരി അങ്ങ് ഇതാക്കി എടുക്കണം. നല്ല ഇതായിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇതിപ്പം നമ്മുടെ ചെറിയ അരിപ്പ ആയതുകൊണ്ടല്ലേ നമുക്ക് ഒരുമിച്ചിട്ട് പെട്ടെന്ന് ഒറ്റ ഇതിൽ നമുക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ ഉമ്മച്ചി ഇതെല്ലാം കുറേശ്ശെ വീതം എല്ലാം അരിച്ചരിച്ചെടുക്കുകയാണ്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ പറ്റിയത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നോണ്ടുള്ള ഒരു ഇതേ ഉള്ളു അല്ലേ? നമ്മൾ ഇച്ചിരി വർത്താനം ഉണ്ടാക്കി വെച്ചാൽ കുഞ്ഞുങ്ങളായാലും കോരി തിന്നാനും, നമുക്കായാലും ഇച്ചിരി പാല് പ്രായമുള്ളവർക്കായാലും പിള്ളേർക്കായാലും ഒക്കെ പാലിനകത്തൊക്കെ ഇട്ട് കുടിക്കാനും ഒക്കെ നല്ല ഇതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണല്ലോ. ഇതും കൂടെ കുടഞ്ഞിടുന്നുണ്ട്. ഇപ്പൊ അരിച്ചപ്പോൾ ആ കറക്റ്റ് കളർ വരുന്നുണ്ട്. അതെ, ഹോർലിക്സിന്റെ കളർ തന്നെ. നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ആ പാൽപ്പൊടിയും ആ കൊക്കോ പൗഡറും ഗോതമ്പ് പൊടി എല്ലാം കൂടെ എല്ലാ ഭാഗത്തും കിട്ടണം അല്ലേ? എല്ലാ ഭാഗത്തും അത് കിട്ടാൻ വേണ്ടി അരിച്ചെടുക്കുന്നത്. നമ്മളല്ലേ സ്പൂൺ കൊണ്ട് ഇട്ട് ഇളക്കിയാലൊന്നും കറക്റ്റ് എല്ലാ ഭാഗത്തും അത് വരത്തില്ല. ഇങ്ങനെ അരിച്ചടിച്ചെടുക്കുമ്പം കറക്റ്റ് കണ്ടോ, അത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല ഇത് നല്ല ഹോർലിക്സിൻ്റെ ആ ഒരു കളറും വരുന്നുണ്ട്.
അല്ലേ? വീഡിയോക്കകത്ത് ഇപ്പൊ നമുക്ക് അറിയത്തില്ല എങ്ങനെയാ കളർ കിട്ടുന്നതെന്നല്ലേ. ഇച്ചിരി ഒരു വീഡിയോയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെട്ടത്തിന്റെ ലൈറ്റിന്റെ വെട്ടത്തിന്റെ ഒരു വ്യത്യാസമുണ്ട്. കറക്റ്റ് കണ്ട ആ ഒരു ഇതിലാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ രാത്രി പിടിക്കുന്നതുകൊണ്ടല്ലേ. അതെ. അപ്പൊ അതേണ്ട ഇത്രയും കൂടെ ഉള്ളു ഇനി അരിച്ചെടുക്കാനായിട്ട് അല്ലേ. അപ്പൊ ഇതിനകത്ത് കണ്ടോ കട്ട വരുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് കണ്ടോ ഇങ്ങനെ അരിപ്പയുടെ രണ്ട് സൈഡിലും പിടിച്ചൊന്ന് കുലുക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ അരിഞ്ഞു വരും. ഇതിനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഒന്ന് കുലുക്കി എടുത്തിട്ട് നമ്മൾ ഈ ബാലൻസ് ഒന്നുകൂടി നമുക്ക് പൊടിച്ചെടുക്കണം. കാരണം ഇത് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതൊന്നുകൂടി പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ ചേർക്കാം അല്ലേ. അപ്പൊ അതും പോത്തില്ല നല്ലപോലെ. ഇനി അരിച്ചെടുക്കണം അല്ലേ. അതെ, ഇനി അരിക്കണം. അരി ഉണ്ടായിരുന്നേയും കൂടി ഉമ്മച്ചി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതൊന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഇതിട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇടുക. കാരണം നമുക്ക് ഇതൊന്നുകൂടി അരിച്ചെടുക്കാനുണ്ട്. നമ്മുടെ ഈ ഇതേപോലത്തെ പാത്രം നല്ല വീതിയുള്ള പരന്ന ഉണ്ടായിരുന്നു. നമുക്ക് അതിലോട്ട് തന്നെ അരിച്ചിട്ടാൽ മതിയായിരുന്നു അല്ലേ. അതെ, നമുക്ക് വേറെ പാത്രം നമുക്ക് ഈ പാത്രത്തിലാ സൗകര്യം ഒന്ന് അരിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് നമ്മളെ ഇതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് വീണ്ടും അങ്ങോട്ട് നമ്മൾ അരിച്ചിടാൻ പോകുന്നത് അല്ലേ. ഇതൊരു 2-3-4 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോഴാ കറക്റ്റ് അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണിച്ചു തരാം അല്ലേ അരിച്ചെടുക്കുന്നത്. 2 ട്രിപ്പും കൂടെ വേണ്ട അരിക്കാൻ പോവാണ്. അതേപോലെ തന്നെ നമ്മൾ അരിച്ചെടുക്കാൻ പോവാ അല്ലേ മാ. അതെ, നമ്മൾ കുറച്ചിട്ട് അരിക്കുന്ന ഈ അരിപ്പ ചെറുതായതുകൊണ്ട് അപ്പം നമുക്കിത് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഇനി ഉമ്മച്ചി ഒരു 2-3-4 പ്രാവശ്യം എല്ലാം ഒന്ന് അരിച്ചിട്ട് നമുക്ക് കാണിക്കാം അല്ലേ. നമ്മുടെ ഹോർലിക്സ് ഒരു 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഉമ്മച്ചി വേണ്ട അവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പാല് തേണ്ട ഊറ്റിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കിത് കുടിച്ചും കൂടെ ഒന്ന് കാണിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയാണ് നല്ല ചൂട് പറക്കുന്ന പാലിനകത്തോട്ട് നമ്മൾ ഹോർലിക്സും കൂടി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് കുടിക്കാൻ പോകാം അല്ലേ മാ. അപ്പം നമുക്കിതൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് ഒരു പ്രത്യേകത വേണമെങ്കിൽ ഇടാം, മധുരം വേണ്ടെങ്കിൽ ഇടണ്ട. പക്ഷെ നമ്മളിപ്പോൾ ഇച്ചിരി മധുരം ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പാല് കാച്ചിയത് മധുരം ഇടാതെ അല്ലേ. അതെ, അതുകൊണ്ട് ഇച്ചിരി മധുരം ഇടുവാണ്. എന്നിട്ട് നമുക്ക് ഹോർലിക്സ് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇടാം 2 എണ്ണത്തിലും കൂടെ ഓരോ സ്പൂണാ ചേർത്ത് കൊടുക്കുന്നത്. ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് കണ്ടോ നമ്മൾ ഹോർലിക്സ് തന്നെ ഇട്ട് ഇളക്കുന്ന അതേ കളറാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ രണ്ടും തേടെ മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി പൊടി എടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ, പക്ഷെ അതിനെക്കാട്ടി ഒരു പ്രത്യേക വേറൊരിത് നല്ല സ്വാദ്. എനിക്കൊന്ന് കടയിലെന്നെക്കാട്ടി സ്വാദുണ്ടെന്ന് തോന്നുന്നു നമ്മളിത് കഴിച്ചു നോക്കിയിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഹോർലിക്സ് ഇട്ട പാലൊന്ന് കുടിച്ച് നോക്കാം അല്ലേ. അതെ, അപ്പൊ നല്ല ചൂടുണ്ട്. ഞാൻ സാധാരണ ഇത്രയും ചൂട് കുടിക്കത്തില്ല. ആറണം. അപ്പൊ ഒന്ന് കുടിച്ചു നോക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു നല്ലൊരു ഇത്. കൂടുതലും ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളല്ലേ നമ്മൾ ചേർത്തേക്കുന്നേ. അതുകൊണ്ട് കൂടുതലും നല്ല ഹെൽത്തി ഒരിതാ. അതെ, അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ടേസ്റ്റ് കിട്ടണേ അല്ലേ. അപ്പൊ ഒന്ന് കുടിച്ചു നോക്കട്ടെ, ഒന്നും കൂടെ ഒന്ന് കുടിക്കട്ടെ. നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഇതൊന്ന് കുടിക്കട്ടെ അല്ലേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോസും റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.